11 മണിയൊക്കെ ആവൂലേ? ഒരു 11 മണിയാകുമ്പോൾ ഓക്കെ അപ്പഴത്തേക്ക് ലഞ്ചിന്റെ സമയമാവും. ഓക്കെ അപ്പൊ ഒന്നെങ്കിൽ കുക്ക് ചെയ്യാനിരിക്കും, അല്ലെങ്കിൽ നമ്മള് മടി പിടിച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കാന്ന്. ഓക്കെ ബാക്കി പറഞ്ഞു അത് വരെ ഞാൻ എത്തിച്ചു. ഞാൻ കുക്ക് ചെയ്യുന്ന കാര്യം പെട്ടെന്ന് ഓർത്തോടെ സ്റ്റക്കായി പോയത്. 11 മണിക്ക് നമ്മളിങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുവാണല്ലോ. അപ്പൊ കുക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു 3 മണിയാകും കുക്കിംഗ് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ സമയം റെഡി ആകുന്നത്. അപ്പൊ നമുക്ക് നല്ല വിശന്ന് പോവും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്നാ പിന്നെ ഇപ്പൊ പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന്. ഫുഡ് കഴിച്ചിട്ട് വരും. എന്നിട്ടൊരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ മേടിച്ച് വരുമായിരിക്കും. ഹോപ്പ്ഫുള്ളി ഒരു 5 മണിയാകുമ്പോഴത്തേക്കും 5 മണി അധികം ലഞ്ച് റെഡി ആവും. 11 മണിക്ക് എണീറ്റ് ഞാൻ 5 മണിക്ക് ഞാൻ നല്ല സമയം എടുത്ത് കുക്ക് ചെയ്യും. സ്പീഡിൽ അങ്ങനെ ഒന്നും പറ്റില്ല. ഞാൻ നല്ല സമയം എടുത്ത് നോക്കി അതെ അരിഞ്ഞ് നന്നായിട്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് നല്ല സമയം എടുത്ത് കുക്ക് ചെയ്ത് 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ലഞ്ച് റെഡി ആകും. ഞാൻ ആ സമയത്ത് വല്ല ക്യാരറ്റ് പച്ചക്ക് അതൊക്കെ ഇരുന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ ഓരോന്നും എന്റെ വയറ്റിലോട്ട് പോകും. അല്ലാതെ വിശന്നിരിക്കാൻ ഇതാണല്ലേ. ഞാനോർത്ത് നിങ്ങളുടെ ഓരോ ദിവസം രാവിലെ എണീക്കുന്നു ഞങ്ങളുടെ ദിവസം ഫുൾ കഴിഞ്ഞില്ലേ? കഴിഞ്ഞല്ലോ. കഴിഞ്ഞു. കഴിഞ്ഞു. ഒരു നേരമാണ് അപ്പൊ നിങ്ങൾ ഒരുമിച്ചുള്ള ദിവസം കഴിക്കുന്ന ഭക്ഷണം അല്ലേ? അത് തന്നെ രാത്രിക്ക് ബാലൻസ് വരും. ഉണ്ടാക്കുമ്പോ കുറെ കൂടുതൽ ഉണ്ടാക്കും. രാത്രി ഒരു 10 മണിയാകുമ്പോഴത്തേക്കും രണ്ടുപേർക്കായിട്ട് ഉണ്ടാക്കാറിയില്ല. ഉണ്ടാക്കുമ്പോ ഒരുപാട് ഉണ്ടാക്കി പോകും. അതെ വല്ലാത്തൊരു ലൈഫാണ്. നിങ്ങളെങ്ങനെ ഹെൽത്ത് കോൺഷ്യസ് അങ്ങനെ ഒന്നല്ല? വർക്ക്ഔട്ടും കാര്യങ്ങളും നിങ്ങളെല്ലാം അല്ല, ആക്ച്വലി അല്ല, ഞങ്ങളല്ല. അല്ല, ആവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം കിട്ടാത്തത് വലിയൊരു ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കണ്ട് അത്യാവശ്യം ഫിറ്റ് ആയിട്ട് തന്നെയാ കേട്ടോ. ഞാൻ വിടട്ടെ വയറ് ഇങ്ങനെ ചിരിക്കണം. ഒന്നാമത് ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആയോണ്ടല്ലേ റെഗുലർ ആകാൻ. അതാണ്. രാവിലെ സീരിയലിനാണെങ്കിൽ രാവിലെ 6 മണിക്ക് വണ്ടി വരും, രാത്രി 10 മണിക്ക് വരുള്ളൂ. ഈ 6 മണിക്ക് വണ്ടി വരണമെങ്കിൽ ഞാൻ 5 മണിക്ക് എണീറ്റ് എന്റെ പരിപാടികൾ തുടങ്ങണം. എന്നിട്ട് രാത്രി 10-10:30 ആകുമ്പോ എത്തുമ്പോൾ പിന്നെ കുളിച്ച് കിടക്കുമ്പോഴത്തേക്കും 11:30 ആവും. ഇതിനിടയിൽ സമയമില്ല. പിന്നെ ബാക്കി 15 ദിവസങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. മലപ്പുറം, എറണാകുളം, ട്രിവാൻഡ്രം 3 സ്ഥലത്ത് മാറി മാറി 15 ദിവസം ട്രാവൽ ചെയ്യേണ്ടി വരും. ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഇങ്ങനെയുള്ള ഓരോ കാരണങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ ഉഴപ്പി നടക്കണം. അതാണ് സത്യാവസ്ഥ. അതാണ് എല്ലാ മടിയന്മാരുടെയും പ്രശ്നം. ഇതാണ് എന്നൊക്കെ പറയണ. ഓ ശരിയാണ്. ഞങ്ങൾ ഇന്റർവ്യൂവിനും കൂടെ സമയമില്ലാത്ത സമയത്ത് ഞങ്ങൾ ഇന്ന് വർക്കൗട്ടിന് വേണമെങ്കിൽ 3 ജില്ലകളിൽ എനിക്ക് വേണമെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ കാരണങ്ങൾ കണ്ടുപിടിച്ച് മടി കാരണം ഇങ്ങനെ നിൽക്കും. വെറുതെ പറയാണ്. അതെ, അതാണ് സംഭവം. അമീന് ഉറക്കം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. അമീന് ഒരു 9:30 ആകുമ്പോഴത്തേക്ക് അമീൻ ഇങ്ങനെ തൂങ്ങി വരും. 10 മണിക്ക് കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ കുറയും കളയും. ഓക്കെ, എന്നിട്ട് രാവിലെ ഒരു 7 മണിക്കൊക്കെ എഴുന്നേക്കും. എനിക്ക് ഉറങ്ങാൻ പറഞ്ഞെങ്കിൽ ഒരു 12 മണി കഴിയണം. എഴുന്നേക്കണമെങ്കിൽ ഒരു 9:30-10 മണിയാകും. നിങ്ങളുടെ സ്ലീപ്പിംഗ് സ്ട്രക്ചർ തന്നെ വേറെ. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് ഇത് ഉറക്കത്തിന്റെ കാര്യം, 2 തണുപ്പ്. അതെ, എനിക്ക് തണുപ്പ് പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ AC ഒക്കെ ഞാനൊരു 24 ഇട്ട് കിടന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അതങ്ങ് ഓഫ് ചെയ്യും. അതിന് 16 വിത്ത് ഫാൻ വേണോ? ആലോചിച്ച് നോക്ക് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളല്ലേ എന്റെ അവസ്ഥ ആലോചിച്ചു. 16 വിത്ത് ഫാൻ എനിക്കുണ്ടായ എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഞാൻ വിത്ത് ഫാൻ ആണോ എന്ന് ചോദിച്ചത്. തണുപ്പിഷ്ടപ്പെടുന്ന ആളാ? എനിക്കല്ല, ഹസ്ബൻഡിന് വിത്ത് ഫാൻ. അത് മഴയായാലും എത്ര തണുപ്പായാലും അവർക്ക് ഒരു പ്രശ്നമില്ല. ഒരു കെറ്റിൽ വെള്ളം എടുത്താലും ഞാനത് കൊണ്ട് ചൂടാക്കാൻ വയ്ക്കും, അമീനത് കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കും തണുക്കാൻ. ആ വ്യത്യാസമാണ് ഞങ്ങൾ ഭയങ്കര പ്രശ്നം. ഞങ്ങൾ ആക്ച്വലി ആദ്യം കല്യാണം ആലോചന തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ച കാര്യമുള്ളൂ എന്താണ് നടക്കും തോന്നുന്നു. കാരണം എനിക്ക് ഒട്ടും തണുപ്പ് പറ്റത്തില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടാവുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ അഡ്ജസ്റ്റ്മെന്റിലൊക്കെ പോകുന്നു. 3-4 ബ്ലാങ്കറ്റ് നോക്കുമ്പോ ഒരു 10 ബ്ലാങ്കറ്റ് മേത്തില്ല. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് 16 ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഞാൻ തണുത്ത് മരവിച്ച് ഇങ്ങനെ മരിക്കും. അത് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അങ്ങനെ പിന്നെ ഒരു താളത്തിൽ ഞാൻ അങ്ങ് പോകും. ഈ ചേച്ചിയിൽ കണ്ട ഏറ്റവും ആസ് എ വൈഫ് എന്നുള്ളതിൽ ഏറ്റവും അടിപൊളി ഒരു ക്വാളിറ്റി എന്താണ്? വൈഫ് എന്ന നിലയില്, ക്യാരക്ടർ ക്വാളിറ്റി അല്ല, ഭാര്യ എന്ന നിലയില് കണ്ട ഒരു ഏറ്റവും അടിപൊളി ക്വാളിറ്റി. കണ്ണു നോക്കി മിഴിപ്പിച്ച് കാണിച്ചുണ്ടോണ്ട് എന്തോന്ന് പറയുന്നാണ് ഉദ്ദേശിക്കുന്നത്. ചെവിയിൽ പറയാ
കൂടുതൽ വളച്ചെടുക്കാന്ന് പറയും. പറ അങ്ങ്. വൈഫ് എന്ന രീതിയിൽ എനിക്ക് വർക്കുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാധാരണ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ എൻ്റെ ഭക്ഷണത്തിനാണെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് ഇപ്പൊ ഷൂട്ടിന്റെ തലേ ദിവസമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ തലേ ദിവസം എല്ലാം ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് എന്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അത് വൈഫിന്റെ ഡ്യൂട്ടി ആണ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹെൽപ്പാണ്. ആസ് എ വൈഫ് എനിക്ക് കിട്ടുന്ന വലിയൊരു ഹെൽപ്പാണ്. എന്റെ അങ്ങനെ പറയണം. അത് ഭയങ്കര ഒരു ഹെൽപ്പാണ്. അതെ, നമുക്കിനി ഒന്നും അറിയണ്ടല്ലോ, പെട്ടി എടുത്തങ്ങ് പോയാൽ മതി. അപ്പൊ ഞാൻ തിരക്കാണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് ബോധർ ചെയ്യേണ്ട ഒരു കാര്യമല്ല. മറ്റേത് ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഞാൻ തന്നെ അതും ചെയ്യണം, ഞാൻ തന്നെ ഇതും ചെയ്യണം. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഒരാള് സപ്പോർട്ട് ചെയ്യാനുള്ളത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഞാൻ നന്നായിട്ട് മുതലാക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാ കോസ്റ്റ്യൂംസ് എടുത്തു വെക്കുന്ന ചേച്ചിയാണ് സാഹചര്യങ്ങളിൽ. ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്, അതൊക്കെ എടുത്ത് സോർട്ട് ചെയ്ത് വെക്കും. പർച്ചേസിന് ഞാൻ കൂടെ പോവാറുണ്ട്. കൂടുതൽ സെലക്ഷനും ചേച്ചിയുടെ ആണോ? അല്ല, സെലക്ഷൻ ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. കാരണം ഈ സീരിയലിനുള്ള പർച്ചേസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. അത് എന്റെ കണ്ണിലൂടെ നോക്കിയാൽ മാത്രമേ ആ ഒരു സുധീഷന്റെ ഡ്രസ്സ് കിട്ടുള്ളൂ. അതാണ് പ്രശ്നം. ഇപ്പൊ ഈ കാറ്റത്തെ കിളിക്കൂടെ എടുത്തു നോക്കുമ്പോ ഇപ്പം യദുചേട്ടനുണ്ട്, ഭയങ്കര സീനിയർ ആയിട്ടുള്ള അല്ലെ, നമ്മുടെ എന്താ സീരിയലിലെ മോഹൻലാൽ മമ്മൂക്കാന്നൊക്കെ ഒരു പദം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല പുള്ളി ഒരുപാട് മൂവീസും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് സീരിയൽ കഥാപാത്രങ്ങളില് നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ വളരെ ചെറുപ്പം മുതലായാലും ഇപ്പോഴായാലും എടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് യദുചേട്ടൻ എന്ന് പറയുന്നത്. അപ്പം ചേട്ടനും ഉണ്ട് നിങ്ങളുടെ സീരിയലില്. അപ്പൊ അത് എത്രത്തോളം നിങ്ങൾ കുറച്ച് യൂത്ത് ആണല്ലോ, കുറച്ച് അലമ്പ് പിള്ളേര്, നിങ്ങളായിട്ടുള്ള സിങ്ക് എങ്ങനെയാണ്? ഭയങ്കര ജോളിയാണ്, ഭയങ്കര ഞങ്ങളുടെ ചേട്ടനും യൂത്ത് തന്നെയാണ്. ചേട്ടൻ മാനസികമായിട്ടും എനിക്ക് തോന്നുന്നു അടുത്ത വർഷം കണ്ട് 40 years കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ 40 years ഇൻ സിനിമ. അപ്പോ പക്ഷെ എന്നാലും ഒരു ഞങ്ങളുടെ ഒക്കെ ആ ഒരു പ്രായത്തിന്റെ ഒരു ചുറുചുറുക്കോട് കൂടിയിട്ട് തന്നെയാണ് ചേട്ടൻ എപ്പോഴും നിൽക്കുന്നത്. അത് ഭയങ്കര ഞങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങള് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലും ഒരു വ്യക്തി എന്നുള്ള രീതിയിലും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചേട്ടന്റെ കയ്യിൽ നിന്നുണ്ട്. സോ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ചേട്ടൻ ആ ക്യാരക്ടർ ഭയങ്കര ഫ്രീ ആയിട്ടാ ചെയ്യുന്നത് അല്ലേ? അങ്ങ് ഭയങ്കര ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. എന്താ പറയാ, മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട താരങ്ങളിൽ ഒരാളാണ് അനുമോൾ. ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അനുമോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നീട് താരം സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ ഷോയിലൂടെയും പ്രശസ്തയായി. അനുക്കുട്ടി എന്നാണ് ആരാധകർ സ്നേഹത്തോടെ അനുമോളെ വിളിക്കുന്നത്. അനുവിന്റെ പേരിൽ ഫാൻസ് ഗ്രൂപ്പുകളടക്കം സോഷ്യൽ മീഡിയയിലുണ്ട്. മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡും അനുമോൾക്ക് അടുത്തിടെ ലഭിച്ചിരുന്നു. സുരഭിയും സുഹാസിനിയും എന്ന സീരിയലിലെ പ്രകടനമാണ് അനുമോളെ അവാർഡിന് അർഹയാക്കിയത്. സുഹൃത്തും നടിയുമായ ആതിര മാധവിനൊപ്പമാണ് കൂടുതൽ സമയവും നമ്മൾ അനുമോളെ കാണാറുള്ളത്. എന്നാൽ അനുമോളുടെ മറ്റൊരു ഉറ്റ സുഹൃത്താണ് ഡയാന. സിനിമ സീരിയൽ മേഖലകളിലെ സൗഹൃദങ്ങളൊക്കെ പലപ്പോഴും ചർച്ചയാകാറുണ്ട്. കാരണം ഈഗോ മാറ്റിവെച്ച് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കോമ്പറ്റീഷൻ ഒക്കെ മാറ്റിവെച്ച് താരങ്ങൾ അടുത്തിടപഴകുന്നതും ഒന്നിച്ച് യാത്രകൾ പോകുന്നതും ഒക്കെ പണ്ട് ഭയങ്കര വിരളമായിരുന്നു. പണ്ട് ഒരു സൗഹൃദ അന്തരീക്ഷം സത്യത്തിൽ കുറവായിരുന്നു എന്ന് വേണം പറയാൻ. എല്ലാവരും തിരക്കുകളിലേക്കും അവസരങ്ങളിലേക്കും ഒക്കെ ചേക്കേറാനുള്ള ഒരു ഇതിൽ ധൃതിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സീരിയലിൽ ഒന്നിച്ച് അഭിനയിക്കുന്നവർ തമ്മിൽ ഒരു വലിയ സൗഹൃദം ഉണ്ടാകുന്നു. ഒരു കുടുംബത്തെ പോലെയൊക്കെ ആകുന്നു. അവരൊന്നിച്ച് യാത്രകൾ പോകുന്നു, താമസിക്കുന്നു, ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും സിനിമയ്ക്കുമൊക്കെ പോകുന്ന ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ട് പോകാറുണ്ട് അല്ലേ? കാരണം ഇങ്ങനെയുള്ള കുടുംബം പോലെയൊക്കെ അടിപൊളിയാണല്ലോ ഇവരെന്ന് നമുക്ക് തോന്നാറുണ്ട്. അത്തരത്തിൽ അനുമോൾക്ക് സ്വന്തം സഹോദരിമാരെയൊക്കെ പോലെയുള്ളവരാണ് ഡയാനയും ആതിര മാധവും. ഡയാന ഹമീദിനോടും ആതിര മാധവിനോടും ഒരു പ്രത്യേക അടുപ്പമുണ്ട്. അനുമോൾ ബിഗ് ബോസിലായിരുന്നപ്പോൾ അനുമോൾ ഏറ്റവും അധികം പിന്തുണച്ചതും ഇവർ തന്നെയാണ്. അനുമോളും അനീഷും തമ്മിലുള്ള ഒരു വിവാഹ വാർത്തയൊക്കെ എത്തിയപ്പോൾ അത് എന്തായാലും നടക്കില്ല എന്നും അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താണ് അനുമോളുടെ മനസ്സിൽ എന്ന് അറിഞ്ഞുകൊണ്ട് സംസാരിച്ച സുഹൃത്തുക്കളാണ്. ഒരിക്കലും അനുമോളെ കൂടെ നിന്ന് കുറ്റം പറയുകയോ അല്ലെങ്കിൽ അനുമോള് ചെയ്തത് ശരിയായില്ല എന്ന് പറയാതിരിക്കുകയോ തെറ്റെന്നും ശരിയെന്നും പറയുകയും ചെയ്ത രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും.
അനുമോൾക്ക് ഈ അവാർഡ് കിട്ടിയതിൽ സത്യത്തിൽ അനുമോളെക്കാളും സന്തോഷം അന്ന് ഡയാനയ്ക്കും ആദ്രയ്ക്കും ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവാർഡ് ഉണ്ടാകില്ല എന്നാണ് അനുമോൾ വിചാരിച്ചത്. അനുമോൾ അർഹിച്ച അവാർഡ് തന്നെ ഇതെന്നായിരുന്നു വ്ലോഗിൽ ഉണ്ടായിരുന്ന ഡയാന ഹമീദിന്റെ അപ്പോഴത്തെ പ്രതികരണം. അഭിനയത്തോടൊപ്പം തന്നെ മോഡലിംഗിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ സജീവമാണ് ഈ 3 പേരും. അനുമോൾ ആണെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് വിജയായി പുറത്തിറങ്ങി കഴിഞ്ഞു. പഠനകാലത്ത് തന്നെ അഭിനയത്തോടും മോഡലിംഗിനോടും വലിയ താല്പര്യമുണ്ടായിരുന്ന അനുമോള് നിരവധി ബ്രാൻഡുകൾക്ക് മോഡലായിട്ടുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ കല്യാണം, മഹേഷും മാരുതിയും തുടങ്ങിയ സിനിമകളിലും താരം വേഷമിട്ടിരുന്നു. സോഷ്യൽ മീഡിയയിൽ വലിയ ഫാൻ ഫോളോയിങ് ഉള്ള താരം കൂടിയാണ് അനുമോള്. നടിയുടെ ചിത്രങ്ങളും വീഡിയോകളും വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട്. ഡയാന ഹമീദും അനുമോളും തമ്മിലുള്ള ഒരു വേറിട്ട സൗഹൃദം എന്ന് പറയുമ്പോൾ സിനിമ സീരിയൽ ഫീൽഡിൽ അങ്ങനെ ഒരു സൗഹൃദ ബന്ധങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. അതിനിടയിലാണ് ഇവർ തമ്മിൽ ഒരു നല്ലൊരു സൗഹൃദം ഇപ്പോൾ ഉണ്ടാകുന്നതും. ഇപ്പോൾ വ്ളോഗേഴ്സും സീരിയൽ താരങ്ങളും ഒക്കെ ഭയങ്കരമായ അടുപ്പമാണുള്ളത്. പല വ്ളോഗേഴ്സിന്റെയും വീഡിയോയിൽ സീരിയൽ താരങ്ങളും സിനിമാ താരങ്ങളും ഒക്കെ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർ തമ്മിൽ വലിയ അടുപ്പങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരുമിച്ച് അമ്പലങ്ങളിലും ഒരുമിച്ച് യാത്രകളും റിസോർട്ടുകളിലും ഒക്കെ താമസിക്കുന്നതും ഒക്കെ കാണാറുണ്ട്. ആതിര മാധവും ഡയാന ഹമീദും അനുമോളും ഒരു വീട്ടിലെ സഹോദരങ്ങളെ പോലെയാണ്. കാരണം ഇവർ ഒന്നിച്ചങ്ങനെ യാത്രകൾ പോകുന്നതോ അല്ലെങ്കിൽ എപ്പോഴും ഒന്നിച്ചുള്ള ചിത്രങ്ങളൊന്നും ഇടാറില്ലെങ്കിലും ഇവർ ഭയങ്കര നല്ല സൗഹൃദത്തിലുള്ളവരാണ്.